വർഷത്തിന് ശേഷം ആൾ പോയതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി മീറ്റിംഗ് ഹിം ടുഡേ. സോ ഒരു മിക്സഡ് ഇമോഷനാണ് ശരിക്കും വരുന്നത്. എനിക്ക് അതിൽ സന്തോഷിക്കണോ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണോ അറിയില്ല. കാരണം ഞാൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോയിട്ടില്ല, ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ചെക്ക് ഇൻ ലഗേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല, ഓൺലി ക്യാബിൻ ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാനത് മാനേജ് ചെയ്യും. അതിനപ്പോൾ എഴുന്നേറ്റുള്ളൂ, ഒരു 5 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. എന്നിട്ട് ഞാൻ വെറുതെ കുറേ സമയം കിടന്നു. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. വെള്ളമെല്ലാം കുടിച്ച് സെറ്റാക്കട്ടെ. എനിക്ക് 10:15 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ 7:30 ആകുമ്പോൾ എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. നമ്മളെത്തിയിട്ട് ശ്രീൻ്റെ ഫാമിലിനെയും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പാറുവിന് അങ്ങനെ ഞാൻ പോവാണ്, കുറേ കഴിഞ്ഞിട്ട് വരും എന്നുള്ള ഒന്നും മനസ്സിലാക്കാനുള്ളൊരു പ്രായമൊക്കെ ആയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കാക്കേനും ഒക്കെ നോക്കിയിരിക്കുമായിരുന്നു അവൾ. എനിക്ക് നല്ലോണം മിസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ പാറു എന്ന് പറയുന്നത്. അങ്ങനെ അവരൊക്കെ എത്തി, അവരോട് സംസാരിച്ച് ഒരു കുഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഉള്ളിലേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ അടുക്കാണ് ഗൈസ്. ഉള്ളിലേക്ക് കയറി എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഞാൻ കയറി എന്നുള്ളത്. കാരണം നമുക്ക് ഇനി നെറ്റ്വർക്ക് കണക്ഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. കയറിയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ജംഗ്ലി സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഒരു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് വിശക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, എനിക്കിത് ഒരു പീസ് കഴിക്കാൻ വേണ്ടി പറ്റി. 2 പീസായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരു പീസ് ഞാൻ കഴിച്ചു. വെജ് മയോ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്നത്. എനിക്കുണ്ടല്ലോ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു കണ്ണിൽ. പക്ഷേ എന്തോ നേരത്തെ പറഞ്ഞ തന്നെ എക്സൈറ്റ്മെൻറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ബോറടിയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ബോറടിയായിരുന്നു. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നായിരുന്നു ഒരു മൈൻഡിലുണ്ടായിരുന്നത്.
അപ്പം ഒരു ഫ്ലൈറ്റ് ഇറങ്ങേണ്ട 1 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയുക റെഡിയൊക്കെ ആയി, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായിരുന്നു. ആൾ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം നല്ലോണം കൂടി വരുന്നുണ്ട്. ഞാൻ ലഗേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇപ്പം എയർപോർട്ടിൽ നിന്ന് പുറത്ത് നടക്കാൻ പോവാണ് ഗൈസ്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സീനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. ആൾ എന്നെ കാലത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ടു നോക്കണം. വളരെ സർപ്രൈസിങ് ആയിട്ട് ആൾ എനിക്കൊരു ഫ്ലവർ ബൊക്കെ കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് എക്സ്പെക്റ്റഡ്. ആളെ സർപ്രൈസസൊക്കെ തരാൻ അടിപൊളിയാണ്. ആൻഡ് ആ ഒരു ടൈമിൽ എനിക്കുണ്ടായൊരു ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. അത് മാത്രമല്ല ഇത്രയും സമയം അവിടെ ഇത്രയും സമയം ഞാൻ ഒറ്റക്കായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് കാണാൻ ആഗ്രഹിച്ച ഒരാളെ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്താ പറയുക അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പം ഏട്ടൻ്റെ റൂമിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല, അവിടെ എനിക്ക് പ്രവേശനമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ കസിൻസിൻ്റെ വീട്ടിലേക്കെല്ലാം പോകും. ഇന്ന് അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ചിലപ്പം മേ ബി എൻ്റെ അക്കോമഡേഷൻ്റെ സ്ഥലത്തേക്ക് പോകുമായിരിക്കും തന്നെ. ലഗേജ് എല്ലാം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാറിനകത്താണുള്ളത്. അപ്പം ഇവിടെ അവർക്ക് ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ആൾക്കും എനിക്കുമുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇന്ന് സദ്യ ഉണ്ട്. നമ്മൾ ആക്ച്വലി പുറത്തുനിന്ന് കഴിക്കാനെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ച് ഫുഡൊക്കെ ആയിട്ടുണ്ട്, എടുത്തിട്ട് പൊക്കോന്ന്. നമ്മൾ പോകുന്ന വഴിക്കാണ് സ്ഥലം. ഞാൻ അബുദാബി എയർപോർട്ടിലാണ് ഇറങ്ങിയത്. അടുത്ത കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ എനിക്കൊരു പൂവ് ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. അത് ആ ബാക്കിലിരിക്കുന്നു. എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായത്. പക്ഷേ എനിക്കിപ്പം സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ അത് തൽക്കാലം ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ.